കതിർമണിയുടെ ഹൃദയ സംഗീതം, പ്രകൃതിയേകും കനികൾ കൊണ്ടൊരു ഭക്ഷ്യ സംസ്കാരം, രുചികൾ തേടും തലമുറയ്ക്കൊരു പുതിയ സന്ദേശം, ഊർജമുണരാൻ വപുസിനായി സുഹൃത സന്ദേശം. മധുരമാമി മനസ്സുകൾക്കൊരു മൃദുല സംഗീതം, രോഗമൊഴിയും തലമുറയ്ക്കൊരു പുതിയ സംസ്കാരം, ഇനിയും ഉണരും ഭക്ഷ്യ സംസ്കൃതി നിറയെ വളരണം, ഇനിയും ഈ വനസന്ധ്യ തോറും പൂക്കൾ നിറയണം. BC മുതൽ മനുഷ്യരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് പ്രമേഹം. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഭാരതീയ വൈദ്യന്മാർ ഈ അസുഖത്തെ മധുമേഹ അഥവാ ഹണിയൂറിൻ എന്നാണ് വിളിച്ചിരുന്നത്. ഡയബറ്റിക്സ് എന്ന വാക്ക് 250 BC മുതൽ ഉപയോഗത്തിലുണ്ടായിരുന്നു. ഡയബറ്റിക്സ് പിടിപെടുന്ന ജീവിതം ചെറുതും വെറുപ്പുളവാക്കുന്നതും വേദനാജനകവുമാണെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന കാലഘട്ടമായിരുന്നു അത്. 1889 പാൻക്രിയാസ് നീക്കം ചെയ്ത നായ്ക്കളിൽ ഡയബറ്റിക്സ് പിടിപെട്ടതായി ഫിസിഷ്യൻ ശ്രദ്ധിച്ചു. 1910 സർ എഡ്വേർഡ് ആൽബർട്ട് പാൻക്രിയാസ് പുറപ്പെടുവിക്കുന്ന രാസപദാർത്ഥത്തിന് ഇൻസുലിൻ എന്ന് പേരിട്ടു. ദ്വീപ് എന്നാണ് ഇൻസുലിൻ എന്ന വാക്കിന്റെ അർത്ഥം. 1922 ജനുവരി 23 കനേഡിയൻ ഫിസിസിസ്റ്റായിരുന്ന ഫ്രെഡറിക് ബാൻഡിങ്ങും ചാൾസ് ബെസ്റ്റും 14 വയസ്സുള്ള ഒരു കുട്ടിയിൽ ഇൻസുലിൻ പരീക്ഷിച്ചു. ലോകമെമ്പാടും നോക്കിയാൽ 343 മില്യൺ ആളുകൾക്ക് ഡയബറ്റിക്സ് ഉള്ളതായി കാണാം. ലോക ഡയബറ്റിക്സിന്റെ തലസ്ഥാനമെന്നറിയപ്പെടുന്ന ഇന്ത്യയിൽ 40 മില്യൺ പ്രമേഹ രോഗികളുണ്ട്. എന്തുകൊണ്ടാണ് ഈ ക്രമത്തിൽ ഡയബറ്റിക്സ് നമ്മെ കാർന്നു തിന്നുന്നത്? കേൾക്കാം കൂടുതൽ ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിയിൽ നിന്ന്. ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി നേച്ചർ ലൈഫ് എന്ന പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപകൻ. കേരളത്തിലുടനീളം എല്ലാ മാസവും പ്രകൃതി സന്ദേശയാത്ര കഴിഞ്ഞ 12 വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി കോളേജ് പഠനത്തിനിടയിൽ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമാവുകയും പിന്നീട് തന്റെ ജീവിതം രാസവിമുക്ത ജീവിതശൈലി എന്ന സ്വപ്നത്തിനു വേണ്ടി സമർപ്പിക്കുകയും ചെയ്തു. വൈദ്യഭൂഷണം രാഘവൻ തിരുമൂൽപ്പാടിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് ആയുർവേദവും പ്രകൃതി ചികിത്സയും ഗുരുകുല സമ്പ്രദായപ്രകാരം പഠിച്ചു. ഹിമാലയത്തിലെ ഋഷികേശിലെ ശിവാനന്ദ ആശ്രമത്തിൽ നിന്നും യോഗ അഭ്യസിച്ചു. മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള 1995 സ്പിരിറ്റ് ഓഫ് അസീസി നാഷണൽ അവാർഡ് ഡോക്ടർ ജേക്കബിന് ലഭിച്ചു. രോഗത്തിനേക്കാൾ ശ്രദ്ധ രോഗകാരണത്തിന് നൽകണം എന്ന് വിശ്വസിക്കുന്ന ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യർക്ക് തന്റെ നേച്ചർ ലൈഫ് രീതികളിലൂടെ ഒരു സാന്ത്വനമായി എത്തുന്നു. പ്രമേഹം ഇന്ന് സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വലിയ ഒരാരോഗ്യ പ്രശ്നമാണ്, രോഗമാണ്. ഇതൊരു പാരമ്പര്യ രോഗമാണ്, മാറാരോഗമാണ് എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. വൈദ്യശാസ്ത്രം അങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ, അല്ലെങ്കിൽ പ്രകൃതി ജീവനത്തിൻ്റെ പാതയിൽ, പ്രമേഹം ഒരു മാറാരോഗമല്ല, മറ്റേതൊരു രോഗത്തെയും പോലെ മാറുന്നൊരു രോഗമാണ്. ഇതൊരു പാരമ്പര്യ രോഗമാണെങ്കിൽ പരമ്പരാഗതമായിട്ട് തന്നെ നമ്മുടെ അപ്പനപ്പൂപ്പന്മാർക്കെല്ലാം പ്രമേഹം കാണണം. ഇത്രയും നാളും 5-ൽ ഒരാൾക്ക് പ്രമേഹം എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് 3-ൽ ഒരാൾക്ക് പ്രമേഹമായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. വലിയ താമസമില്ലാതെ കേരളത്തിലെ സകലർക്കും, എല്ലാവർക്കും പ്രമേഹം
എന്ന ഒരു നിലയിൽ എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ കേരളത്തിൻ്റെ മൊത്തം പാരമ്പര്യവും പ്രമേഹമാണോ? കേരളത്തിലെ എല്ലാ മനുഷ്യരുടെയും പാരമ്പര്യം പ്രമേഹത്തിൽ ഊന്നിയിട്ടാണോ? ഒരിക്കലും അങ്ങനെയാവാൻ ന്യായമില്ല. പ്രത്യേകിച്ച് ഒരു 50 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രമേഹം എന്നുള്ളത് നമ്മുടെ നാട്ടിൽ അത്യപൂർവമായിരുന്നു. 50 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു നമ്മുടെ ഭക്ഷണം? നമ്മുടെ പാരമ്പര്യ ഭക്ഷണം ചേന, കാച്ചിൽ, ചേമ്പ്, താളും തകരയും തവിട് കളയാത്ത അരിയും ഇതെല്ലാം കൊണ്ട് നിത്യേന നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം വളരെ പെട്ടെന്ന് തന്നെ അതുണ്ടാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കഴിക്കുന്ന വളരെ ആരോഗ്യകരമായ ഒരു ജീവിത രീതിയാണ് നമുക്കുണ്ടായിരുന്നത്. ആ ആരോഗ്യ രീതി, പാരമ്പര്യ ഭക്ഷണ രീതി താളം തെറ്റിയപ്പോഴാണ് പാരമ്പര്യമായി നമുക്കുണ്ടായിരുന്ന ആരോഗ്യവും താളം തെറ്റിയത്. ഇതൊരു പാരമ്പര്യ രോഗമാണ് എന്ന് പറയുമ്പോൾ അതങ്ങനെ തന്നെ വിശ്വസിച്ച് പോയിടത്താണ് നമുക്ക് താളം തെറ്റിയത്. 50 കൊല്ലത്തിനിപ്പുറത്താണ് നാം പഞ്ചസാര കഴിക്കാൻ തുടങ്ങിയത്. അതുവരെ ശർക്കരയായിരുന്നു. മൈദ 50 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മളങ്ങനെ അത് കണ്ടിട്ടില്ല, അതിൻ്റെ ആഹാര സാധനങ്ങൾ കഴിച്ചിട്ടില്ല. അപ്പോൾ മൈദയിലുള്ള അലോക്സാൻ പ്രമേഹം ഉണ്ടാക്കുന്ന ഒരു കെമിക്കലാണ്. അതേപോലെ തന്നെ വനസ്പതി, അമേരിക്കയിൽ ഈയിടെ വനസ്പതി നിരോധിച്ചതായിട്ട് നാം എല്ലാം പത്രങ്ങളിൽ വായിച്ചു. ട്രാൻസ്ഫാറ്റ് അടങ്ങിയിട്ടുള്ള വനസ്പതി 30ഓളം രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പ്രമേഹം, ഹൃദ്രോഗം വളരെ പ്രത്യേകമായിട്ടുണ്ടാക്കുന്നതാണ്. ക്യാൻസറിലേക്ക് ശരീരത്തെ നയിക്കുന്നതാണ്. ഇതുപോലുള്ള ഭക്ഷണ സാധനങ്ങൾ, കൃത്രിമമായ ആഹാര സാധനങ്ങൾ നമ്മുടെ ഉള്ളിൽ ചെന്ന് അത് ദഹിച്ചുണ്ടാകുന്ന രക്തത്തിൻ്റെ ക്വാളിറ്റി വളരെ വ്യത്യാസപ്പെട്ടിരിക്കും. ആ രക്തത്തിൽ നിന്നുണ്ടാകുന്ന കോശങ്ങളും ആ കോശങ്ങൾ ചേർന്നുണ്ടാകുന്ന അവയവങ്ങളും ആരോഗ്യകരമായിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഇവിടെയാണ് നാം പ്രമേഹം ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ അടിസ്ഥാന കാരണം കണ്ടുപിടിക്കേണ്ടത്.